भीगी भीगी सड़कों पे मैं तेरा इंतजार करूं, धीरे धीरे दिल जो दिल को भा रही है वो तेरी शायरी है या कोई शायरा. ഇപ്പം ഞാൻ നിങ്ങളുടെ പുതിയ എപ്പിസോഡായിട്ടാണ് വന്നിരിക്കുന്നത്. പിന്നെ എപ്പിസോഡ് 14 ആണ്. ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ അതായത് സാറ്റർഡേത്തെ എപ്പിസോഡ് ഇട്ടിട്ട് സൺഡേ ഒരു എപ്പിസോഡും നെക്സ്റ്റ് വീക്കും സാറ്റർഡേ സൺഡേ ഇടാമെന്ന് ഞാൻ പറഞ്ഞിട്ടുള്ളത്. നെക്സ്റ്റ് വീക്കിലെ കാര്യം ഞാൻ നേരത്തെ ഉറപ്പ് പറയുന്നില്ല. മാക്സിമം ഞാൻ ട്രൈ ചെയ്യുന്നതായിരിക്കും. ഈ സ്കൂളും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടും പേഴ്സണലി ഓരോ കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടും അതിൻ്റേതായ പല കാര്യങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ഷമിച്ചേക്കണം മിസ്സേ. സൗണ്ടിൻ്റെ കാര്യം ഇന്നലെ പറഞ്ഞല്ലോ. അപ്പോഴാണ് കുറച്ച് കുറവുണ്ട്, എന്നാലും കുറച്ചുണ്ടെന്ന് തോന്നുന്നു. അറിയത്തില്ല, കേൾക്കുന്നത് നിങ്ങൾക്കല്ലേ അറിയും. അപ്പോൾ ഇന്നലത്തെ എപ്പിസോഡ് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഇതുവരെയുള്ള എല്ലാ എപ്പിസോഡും ഇഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി അങ്ങോട്ടും ഇഷ്ടമാവുമെന്ന് വിശ്വസിക്കുന്നു. ഇനി കുറച്ചുകൂടെ എപ്പിസോഡ് മാക്സിമം കാണും. സ്റ്റോറിയുടെ ഒക്കെ സ്ക്രിപ്റ്റ് വെച്ച് നോക്കി അങ്ങനെയാണ്, എന്നാലും കുറച്ചുകൂടെ കാണും. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാവുമെന്ന് വിശ്വസിക്കുന്നു. പിന്നെ ഞാൻ എഡിറ്റിങ് കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും. പിന്നെ ഈ അടുത്ത് ഇന്നലെ തന്നെ ഇന്നോ എന്തോ ആയിട്ട് ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു എൻ്റെ എപ്പിസോഡ് 3ൻ്റെ. ആ കമൻറ്റ് ശരിക്കും എനിക്കിഷ്ടമായി. പിന്നെ ഒരുപാട് ഹേർട്ടായ ആ വാക്കുകൾ ഒരുപാടുണ്ട്. ഞാൻ റിപ്ലൈ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇതുപോലുള്ള വലിയ കമൻറ്റുകളൊക്കെ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് വായിക്കാനൊക്കെ. പക്ഷെ ആ വേർഡ്സൊക്കെ ശരിക്കും ടച്ചായി, ശരിക്കും വിഷമിപ്പിച്ചു വായിച്ചപ്പോൾ തന്നെ. എനിക്ക് സ്റ്റോൺ വെറി എല്ലാം ഓക്കെ ആവും, നമ്മളെല്ലാവരും ഉണ്ടല്ലോ, ആരും തനിച്ചല്ല, അതെല്ലാം മനസ്സിലാക്കണം. ഞാൻ ബാക്കിയെല്ലാം കമൻറ്റിൽ റിപ്ലൈ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്, കാണുമെന്ന് വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ ഈ സപ്പോർട്ടൊക്കെ ഇനിയും വേണം. ഇതുപോലെയുള്ളൊക്കെ ഇതൊക്കെ എനിക്ക് കാണുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. അപ്പം നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഇനിയും വേണം, ഇനിയും ഉണ്ടാവും ഞാൻ വിശ്വസിച്ച് തന്നെയാണ് ബാക്കിയുള്ള സ്റ്റോറീസൊക്കെ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇന്നലെ ലാസ്റ്റ് നിർത്തിയത് രേഷ്മ എടുത്ത് പ്രിയന്തോ ചോദിച്ചായിരുന്നു. രേഷ്മ അത് പറയുമോ ഇല്ല എന്നുള്ളത് നമുക്ക് ഈ എപ്പിസോഡിൽ കാണാം. അപ്പോൾ ഒരുപാട് പറഞ്ഞ് ലാഗ് എടുപ്പിക്കുന്നില്ല, നേരെ വീഡിയോയിലേക്ക് പോകാം. രേഷ്മ, നിന്നോടാ ചോദിക്കുന്നത്, നീ എന്താ ഈ ആലോചിച്ചോണ്ടിരിക്കുന്നത്? രേഷ്മ, ആ ആ എന്താടാ കാര്യം? നിനക്ക് എന്താ പറ്റിയ? മുഖം നല്ല ചുമന്നിട്ടുണ്ടല്ലോ. ഡി സത്യം പറ, എന്താ സംഭവം? കുറെ നേരമായിട്ട് നീ ഇങ്ങനെ ആലോചിച്ചിരിക്കുകയാണല്ലോ, കാര്യം പറ. അത് പിന്നെ ഇന്നലെ ഒരു സംഭവം ഉണ്ടായി. ഇന്നലെ തിരിച്ചു പോണ വഴിക്കേ. ഇന്നലെ തിരിച്ചു പോണ സമയത്ത് എന്തുണ്ടായിന്ന്? അത് പിന്നെ ഇന്നലെ ഞാൻ പോയത് നീരവിൻ്റെ കൂടെ ആയിരുന്നു. ആ അതൊക്കെ, എന്താ സംഭവിച്ചേ? നീ അത് പറ. അത് പിന്നെ ഞാൻ പറയാം. എടോ, അപ്പോൾ ഇതെല്ലാം നടന്നു എന്നാണോ പറയുന്നത്? സ്കൂൾ ഏരിയ വെച്ച് എങ്ങനെയാണ്? ആരെങ്കിലും കണ്ടോ? ഇല്ല, ഞങ്ങളൊരു ചെറിയൊരു ഇടവഴി ഉണ്ടായിരുന്നു, ആ റൂട്ട് കയറിയപ്പോൾ അവിടെ അങ്ങനെ ആരും ഇല്ലായിരുന്നു. അപ്പോൾ പെട്ടെന്നായിരുന്നു. കൊള്ളാം, ഇതൊക്കെ പാവം നമ്മൾ. അത് പോട്ടെ, കൊള്ളാം, നടക്കട്ടെ. സൂക്ഷിച്ചോടെ. ആടാ, ശ്രദ്ധിച്ചോളാം. അവൻ പിന്നെ അതെല്ലാം നോക്കിയിട്ടാണെന്നാണ് പറഞ്ഞത്. പിന്നെ പെട്ടെന്ന് തന്നപ്പോൾ ഞാൻ ആ ഒരു ഇതിലായിപ്പോയി, ഞാൻ ശ്രദ്ധിച്ചില്ല. പിന്നെ ചോദിച്ചായിരുന്നു, അപ്പോൾ അവൻ പറഞ്ഞു നോക്കി. ആരും അവിടെ ഇല്ലായിരുന്നു, ആ ടൈമിലായിരുന്നു എന്ന് അവൻ പറഞ്ഞു. ആടാ, എന്നാൽ പിന്നെ നീ ചെല്ല്, ബ്രേക്കായില്ലേ? ഞാനൊന്ന് സ്റ്റാഫ് റൂം വരെ പോയിട്ട് വരാം, ടീച്ചറിൻ്റെ അടുത്തൊരു കാര്യം ചോദിക്കാനാണ്. ശരിയാടാ, നീ ചെല്ല്. പ്രിയ, എന്താണ് പരിപാടി? ഒന്നുമില്ലടാ, ഞാൻ ചുമ്മാ ഇങ്ങനെ ലൈഫിലെ കാര്യങ്ങളൊക്കെ ഓർത്തോണ്ടിരുന്നു. എന്താ ചെയ്യാമെന്നൊന്നും അറിയത്തില്ല. എന്ത് പറ്റി പെട്ടെന്ന്? ആ ശരി, അത് പോട്ടെ. പാട്ടുകാരൻ്റെ കാര്യം ഡിസൈഡ് ചെയ്തു? എടാ, ഞാനത് ഇതുവരെ കൺഫേം ചെയ്തില്ല. അതിനാണ് എനിക്ക് അറിഞ്ഞൂടാടാ. നിനക്ക് ഓൾറെഡി അറിയാമല്ലോ എൻ്റെ കാര്യം. എടാ, ഞാൻ പറയുന്നത് നീ നല്ലപോലെ നാളേക്ക്, കാരണം ഓൾറെഡി ക്രിസ്മസ് കഴിഞ്ഞു. ഇനി ഒരു അവസരം വേണമെന്ന് പറഞ്ഞാൽ മേ ബി ആനുവലിൻ്റെ കൂടെ കാണത്തുള്ളൂ, കാരണം അത് കഴിഞ്ഞാൽ പിന്നെ അവർ വരത്തില്ല. സോ ബെറ്റർ ആനുവലിലേക്ക് നീ ഡിസിഷൻ എടുക്കുന്നതായിരിക്കും നല്ലത്. അതായത് ആനുവലിലേക്ക് പറയണം, അത്ര തന്നെ. അതും നിനക്ക് എന്തെങ്കിലും അവനോട് ഉണ്ടെങ്കിൽ അത്
പറയുന്നതായിരിക്കും ബെറ്റർ. കാരണം പോയി കഴിഞ്ഞാൽ പിന്നെ അത് അലീസ് റിഗ്രറ്റ് ചെയ്യും. ശരിയാടാ, ഞാനൊന്ന് ആലോചിക്കട്ടെ, എനിക്ക് അറിഞ്ഞൂടാ. ബൈ ദ വേ, ഈ ആനുവൽ ഡേ എന്നാണ്? ആനുവൽ ഡേ വന്നിട്ട് ഈ മന്ത് ലാസ്റ്റ് 30th ആയിരിക്കും. ഓ, 30-ാം തീയതി ആണല്ലേ? ഓക്കെ, അപ്പോൾ ടൈമുണ്ട്. അന്ന് ചേട്ടനും എനിക്ക് ഫോട്ടോസൊക്കെ എടുക്കണം. ചേട്ടൻ പറയും. ആഹാ, ആനുവൽ ഡേ ആകുമ്പോൾ എനിക്കൊന്നും പറ്റുന്നു. അപ്പം എടുക്ക നിങ്ങൾ. ഞാനൊരു കാര്യം പറയാൻ പറഞ്ഞത്, നമ്മുടെ ക്ലാസ് ടീച്ചർ വിളിച്ചത്, നമ്മളൊന്ന് അങ്ങോട്ട് ചെല്ലാൻ പറഞ്ഞു. ആണോ? എന്നാ വാ, നമുക്ക് അങ്ങോട്ട് പോവാം. പിള്ളേരെ നിങ്ങളെ വിളിച്ചത് ഇപ്രാവശ്യത്തെ പ്രൊഫഷൻസ് ഞങ്ങൾ നോക്കിയായിരുന്നു. അപ്പോൾ അതിൽ കൊമേഴ്സ് അശ്വിനിയാണ്, ഹ്യൂമാനിറ്റീസ് പ്രിയ, പിന്നെ സയൻസിൽ നിങ്ങൾക്കറിയാമല്ലോ അഞ്ജുവും പിന്നെ അവന്തികയാണ്. അപ്പോൾ നിങ്ങൾ യൂണിഫോമിൽ വേണം സ്റ്റേജിൽ കയറാനായിട്ട്, അതുകൊണ്ട് അത് പറയാൻ വന്ന്. പിന്നെ ഇതിൽ നിങ്ങൾ രണ്ടുപേരും എനിക്കൊന്ന് റിസപ്ഷനിസ്റ്റ് ഉണ്ടല്ലോ, അപ്പോൾ അത് മാറ്റിയിട്ട് വേണം, സാരി മാറ്റിയിട്ടാണ് യൂണിഫോം ഇട്ടിട്ട് കയറാനുള്ളത്. പിന്നെ ഡാൻസിനുള്ളവർക്ക് പ്രത്യേക കൺസേൺ കൊടുക്കുന്നുണ്ട്, പക്ഷെ നിങ്ങൾക്ക് മാറ്റണം കേട്ടോ. പ്രൊഫഷൻസിയോ? എനിക്കോ ടീച്ചർ? ഇതെങ്ങനെ? അത് തന്നെ ടീച്ചർ, പ്രൊഫഷൻസ് എനിക്കൊക്കെ എങ്ങനെ? അങ്ങനെയൊക്കെ ചോദിച്ചാൽ പെർസെൻറ്റേജ് നോക്കിയപ്പോൾ നിങ്ങൾക്ക് കൂടുതലുണ്ടായിരുന്നു, അത് വെച്ച് ഓരോ സ്ട്രീമിന് ഇങ്ങനെ കൊടുത്തു. പിന്നെ ശരി, ഞങ്ങൾക്ക് കുറച്ച് ഡ്യൂട്ടി കാര്യങ്ങളുണ്ട്, ഞങ്ങൾ അങ്ങോട്ട് പോവാം. നിങ്ങൾ അതിൻ്റെതായ കാര്യങ്ങൾ ശരിയാക്കിയാൽ ഓക്കെ ടീച്ചർ, ഞങ്ങൾ നോക്കിക്കോളാം. നമുക്കിത് അഞ്ജുവിനെ എന്തെങ്കിലും അറിയിക്കണ്ടേ? ആടാ, അറിയിക്കാം, നമുക്ക് ചെല്ലാം. അതവിടെ നിൽക്കട്ടെ, എനിക്കിതെങ്ങനെയാണ് പ്രൊഫഷൻസ് കിട്ടിയേ? അതന്നെ ഞാനും അല്ലെങ്കിൽ എനിക്ക് എങ്ങനെ കിട്ടിയെന്ന്. മേ ബി ഓരോ സബ്ജക്റ്റിന് കൂടുതൽ ആർക്കാണോ അത് വെച്ചായിരിക്കും. അതൊക്കെ പോട്ടെ, നാളെ നമുക്ക് സാരിയെല്ലാം എടുക്കാമല്ലോ. നീ പിന്നെ ധാവണിയാണ് എടുക്കുന്നത്. ഞാൻ ഈ സാരിയൊക്കെ വലിച്ചൊരു എപ്പോഴാണ് യൂണിഫോം ഇട്ട് ഇറങ്ങുന്നത് എന്തോ. നമുക്കും കൂടെ കൺസേൺ തന്നൂടായിരുന്നു. എന്ത് ചെയ്യാൻ, അവരിങ്ങനെ തരും. ശരി, അത് പോട്ടെ, നമുക്ക് ചെന്ന് അഞ്ജുവിനോട് അവന്തിയോടും പറയാം. നീ ഇവിടെ നിൽക്കുക, ഞാൻ ചെന്ന് പറഞ്ഞിട്ട് വരാം. ഓടാ, നീ ചെല്ല്, ഞാനിവിടെ ക്ലാസ്സിൽ കാണും. അശ്വിനി, ഞാനൊരു കാര്യം ചോദിക്കട്ടെ? ഇത് അന്നേ ചോദിക്കാൻ തന്നെയാണ്, പക്ഷെ വിട്ടുപോയി. എന്താടി അത്? ചോദിക്കേ. അന്ന് ക്രിസ്മസ് സെലിബ്രേഷൻ എന്തായിരുന്നു രണ്ടുപേരും കൂടെ? അവിടെ ഇരുന്ന് നോക്കുന്നു, നിന്ന് നോക്കുന്നു, കഴിക്കുന്നു, തിരിഞ്ഞു നോക്കുന്നു. ഞാൻ കണ്ടു അശ്വിൻ നോക്കുന്നതൊക്കെ. പാവം, ഞാനിവിടെ ജസ്റ്റ് ഒന്ന് നോക്കിയപ്പോൾ കണ്ടുപോലും ഇല്ല. എപ്പോഴും ഒരിക്കൽ കണ്ടു, പിന്നെ കണ്ടില്ല. പിന്നെ ഇടയ്ക്ക് നിന്നെ കാണാതെ ആയല്ലോ, എവിടെ പോയിരുന്നു? അത് പിന്നെ എന്നിട്ട് നമ്മൾ നിൽക്കുന്നതിന് അവിടെ മേലെ കമ്പ്യൂട്ടർ ലാബില്ലേ, അവിടെ ഇങ്ങനെ അവന്മാർ വന്ന് നോക്കിക്കൊണ്ട് നിന്നില്ലേ? ആ ടൈം ഞാനും രേഷ്മയും കൂടെ ഒന്ന് മേലോട്ട് പോയായിരുന്നു. പിന്നെ കുറേ നേരം അവിടെ എന്നിട്ട് സ്റ്റെയറിൽ ഒരുമിച്ചാണ് രണ്ടുപേരും ഇറങ്ങി വന്നത്. പിന്നെ അവിടെയൊക്കെ നിന്ന്. ഓഹോ, അതൊക്കെ നടന്നില്ലേ? ശരി, നമ്മളിതൊന്നും അറിഞ്ഞില്ല. ഞാനവിടെ പോസ്റ്റ് വരുന്നതാണ്. സാരില്ല, ഇതൊക്കെയായിരുന്നു, കുഴപ്പമില്ല. ആ മെമ്മറീസ് ഒന്നും അങ്ങനെ മറക്കാൻ പറ്റത്തില്ല, അത്രയ്ക്ക് സ്പെഷ്യലായിരുന്നു. അയ്യോ, ഇതൊക്കെ മറക്കാവോ? ഇതൊന്നും മറക്കരുത്, സൂക്ഷിച്ച് വെച്ചേക്കണം കേട്ടോ. എന്നാൽ ശരിയാടാ, ബസ്സിന് ടൈം ആകും, ഞാൻ ചെല്ലട്ടെ. അപ്പോൾ ശരിയാടാ, ഇനി മണ്ടേ കാണാം. പ്രിയ, എന്ത് പറ്റി നിനക്ക്? മുഖമൊക്കെ വാടിയിരിക്കുന്ന കാര്യം പറ. എടാ, അത് പിന്നെ ഫാർമസിയിൽ നിന്ന് ഇത്രയേ ഉള്ളൂ. ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, ലെങ്ത് മേബി കുറവായിരിക്കും, പിന്നെ സൗണ്ടിൻ്റെ കാര്യം പ്രശ്നത്തേക്ക് അതുകൂടെ ക്ഷമിച്ചേക്കണം ഫാർമസി. പിന്നെ ലെങ്ത്തിൻ്റെ കാര്യം റീസൺ അറിയാമല്ലോ നിങ്ങൾക്ക്. പിന്നെ ഓൾറെഡി ഞാനൊരു കമൻറ്റിൻ്റെ കാര്യം ആദ്യം പറഞ്ഞിരുന്നു അല്ലേ, ആ കമൻറ്റ് ഞാൻ ഇവിടെ കാണിക്കാം. ഈ ഒരു കമൻറ്റ് ശരിക്കും എന്നെ ഹേർട്ട് ചെയ്തതായിരുന്നു. എനിക്കൊരുപാട് സങ്കടമുണ്ട് വായിച്ചപ്പോഴത്തേക്കും. ഇതുപോലെ ആർക്കും വരരുതെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്ന പോലും ഇനി ആർക്കും വരരുതെന്ന് തന്നെയാണ് എൻ്റെ പ്രാർത്ഥന ഇപ്പോഴും. പിന്നെ ഈ കമൻറ്റ് ആർക്കെങ്കിലും നോക്കണമെങ്കിൽ എപ്പിസോഡ് 3ൻ്റെ കമൻറ്റ് ബോക്സിൽ നോക്കിയാൽ മതി, പിൻ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ ലോങ് കമൻസൊക്കെ എനിക്ക് വായിക്കാൻ ഒത്തിരി ഇഷ്ടമാണ്, എല്ലാവരും ഇടണം. പിന്നെ ഇങ്ങനൊരു മെസ്സേജ് ഈ ഒരു ഇത് ആയതുകൊണ്ട് വിഷമമുണ്ട്, എനിക്കെന്താ പറയണമെന്ന് അറിയത്തുമില്ല. പിന്നെ ഇതൊന്നും ആലോചിച്ച് വിഷമിച്ചിരിക്കേണ്ട, ലൈഫാകുമ്പോൾ പല രീതിയിലുണ്ട്, എല്ലാം മനസ്സിലാക്കി മുമ്പോട്ട് പോകണം. പിന്നെ സ്ട്രോങ് ആയിട്ടിരിക്കണം, വിഷമിക്കരുത് ഒരുപാട്. ഇതൊക്കെ തന്നെയാണ്, എല്ലാം അറിയാമല്ലോ നിങ്ങൾക്ക്. അപ്പോൾ സ്ട്രോങ് ആയിട്ടിരിക്കണം, അത്രേ ഉള്ളൂ. എനിക്കൊരുപാട് പറയാനങ്ങനെ അറിയത്തില്ല, മനസ്സിലാവുമെന്ന് വിശ്വസിക്കുന്നു. പിന്നെ ഈ സപ്പോർട്ടൊക്കെ എനിക്കിനി ഒരുപാട് വേണം. ഇങ്ങനെയൊക്കെ നിങ്ങളുടെയൊക്കെ സപ്പോർട്ടാണ് എന്നെ സ്ട്രോങ് ആക്കി വീണ്ടും അടുത്ത വീഡിയോസൊക്കെ ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നത്. പിന്നെ മേ ബി കുറച്ച് എപ്പിസോഡും കൂടെ കാണത്തുള്ളൂ, അപ്പോൾ പെട്ടെന്ന് ഇത് തീരും. പിന്നെ അടുത്തൊരു സ്റ്റോറി വരുന്നത് ഉടനെ ഉണ്ടാവുമെന്ന് ചോദിച്ചാൽ അറിയത്തില്ല. ഈ ഒരു ഇയർ കഴിയണം, സ്റ്റഡീസും കാര്യങ്ങളും ഉള്ളതുകൊണ്ടാണ് ഈ ഒരു ഇയർ കഴിയേണ്ടി വരുന്നത്. അല്ലെങ്കിൽ ഞാൻ പെട്ടെന്ന് ഇട്ടേനായിരുന്നു. പക്ഷേ ഈ ഒരു വർഷത്തേക്ക് കൂടെ കുറച്ചൊന്ന് വെയിറ്റ് ആക്കണം നിങ്ങൾ. ഒരു പുതിയ സ്റ്റോറി
ഉടനെ വരും. എന്നാണെന്നൊന്നും കറക്റ്റായിട്ട് എനിക്ക് പറയാൻ പറ്റത്തില്ല. ട്രെയിലർ വന്നു കഴിഞ്ഞാൽ പിന്നെ അതിനടുപ്പിച്ച് വന്നോളും. അപ്പോൾ വെയിറ്റ് ഫോർ ഇറ്റ്. അപ്പോൾ ഇതിന് കുറച്ചുകൂടെ ഉണ്ട്. എല്ലാവരും കാണണം. നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് ഇനിയും വേണം. ഇതുവരെയുള്ള എല്ലാ എപ്പിസോഡും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. ഈ എപ്പിസോഡ് ഇഷ്ടമാവുമെന്ന് വിശ്വസിക്കുന്നു. നമുക്കിനി അടുത്ത ആഴ്ച കാണാം. അടുത്ത ആഴ്ച ഇതുവരെ 2 എപ്പിസോഡാണ്, സാറ്റർഡേ സൺഡേ. അത് ഉറപ്പ് പറയുന്നില്ല, മാക്സിമം ഞാൻ എഡിറ്റാക്കാൻ ശ്രമിക്കുന്നതായിരിക്കും. അപ്പോൾ അതുവരയ്ക്കും സ്റ്റേ ട്യൂൺ ഫോർ ദ നെക്സ്റ്റ് എപ്പിസോഡ്. കംസാമിത.